22ാമത് കേരള ബാംബു ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിനകത്തും പുറത്തുമുള്ള 300ഓളം കരകൗശല തൊഴിലാളികളും അനുബന്ധ സ്ഥാപനങ്ങളുമാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. ജനുവരി 1 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ 200-ലധികം സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ നേരിട്ട് മനസ്സിലാക്കാനും കലാകാരന്മാരോട് ആശയവിനിമയം നടത്താനും ഒപ്പം വിപണന സാധ്യത പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ബാംബു ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 300ഓളം കരകൗശല തൊഴിലാളികളും മുള അനുബന്ധ തൊഴിലാളികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന ബാംബു മിഷൻ പരിശീലകർ രൂപകൽപ്പന ചെയ്ത വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക ബാംബു ഗ്യാലറിയും സജ്ജമാക്കിയിട്ടുണ്ട്. മുളമേഖലയുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും ഫെസ്റ്റിൽ പങ്കാളികളാകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും നിന്നുള്ള കലാകാരന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർട്ടിസാൻസ് ഉണ്ട്. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് എത്തിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അത് ഡിസൈൻ സെന്ററുകൾ, ഇവയുടെ എല്ലാം ഏകോപനമുണ്ട്. നിങ്ങളിപ്പോഴത്തെ പ്രൊഡക്റ്റുകൾ കാണുകയാണെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും ഏറെ ആകർഷകമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ബാംബുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഗവൺമെന്റ് തന്നെ നാഷണൽ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ആർട്ടിസാൻസിന് പരിശീലനം നൽകുന്നുണ്ട്. ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ വിപണിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഡിസംബർ 27 മുതൽ 31 വരെ രാവിലെ 10:30 മുതൽ രാത്രി 8:30 വരെയും 2026 ജനുവരി 1 ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയുമാണ് ഫെസ്റ്റിന്റെ സമയക്രമം. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. മലയാളം, കൊച്ചി.